ഞങ്ങൾ ഇന്ന് ഇത്രയും ദിവസം വരെ ഇന്നലെ വരെ ഞങ്ങൾ പ്രതീക്ഷിച്ചായിരുന്നു ഞങ്ങൾക്ക് ശമ്പളം കൈ വരുമെന്ന് പറഞ്ഞു. പക്ഷേ സുഹൃത്തുക്കളെ, നമ്മുടെ ഒരുമയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ കുറച്ച് DTPCയിലെ ഈ ചേച്ചിമാരുടെയും അമ്മമാരുടെയൊക്കെ കൂടെയാണ്. അവർക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ സാലറി കിട്ടാത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാനൊരു വാർത്തയൊക്കെ അവതരിപ്പിച്ചിരുന്നു. എന്നാൽ അതിനുശേഷം നമ്മുടെ ആലപ്പുഴയിലെ നമ്മുടെ സുരേഷ് ഗോപി അവിടെ എത്തുകയും കുമരത്ത് എത്തുകയും അവിടെയുള്ള ആളുകൾക്ക് അതേ ഇടപെട്ട് സാലറി കൊടുത്തു. പക്ഷേ എന്നാൽ ഈ കേരളത്തിലുള്ള മറ്റാളുകൾക്ക്, ഇവരടക്കമുള്ള എരുമയിലെ ആളുകൾക്ക് ശമ്പളം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. അതേ തുടർന്ന് ഇപ്പോൾ നാളെ ഓണമാണ്, ഇന്ന് നബിദിനമാണ്, ഇന്ന് ഉത്രാടമാണ്. ഇന്ന് ഈ നിമിഷം വരെ ഇവരുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് എത്തിയിട്ടില്ല, സാലറി എത്തിയിട്ടില്ല. അപ്പോൾ ഇവർക്ക് നാളെ അവരുടെ ഓണം ആഘോഷിക്കണമെന്ന് എല്ലാ മലയാളികളെ പോലെ അവർക്കും ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ നമ്മുടെ ഏത് സർക്കാരാണെങ്കിലും, അതായത് ഇപ്പോൾ കഴിഞ്ഞ സർക്കാരോ ഈ സർക്കാരോ ഒക്കെ, ഈ സർക്കാർ വന്നിട്ട് ഇപ്പോൾ 3 മാസത്തോളമായി. അപ്പോൾ ഇവർ പെൻഡിങ് വെച്ചിരിക്കുന്ന ഈ സാലറി കൊടുക്കണം. അവർ ഈ സർക്കാരിൽപ്പെട്ട ആളുകളൊക്കെ അവരൊക്കെ വീട്ടിൽ ഓണം അവരുടെ കസേരയിലിരുന്ന് ഉണ്ണുമ്പോൾ അവരൊന്ന് ആലോചിക്കേണ്ട, ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ അവർ കഴിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ നടക്കുന്നില്ലോ എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമാണ്. കാരണം ഇവരിപ്പോൾ നാളെ ഒരു ഓണം ഉണ്ണുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പാവങ്ങൾ കഴിക്കുന്നുണ്ടോ കുടിക്കുന്നുണ്ടോ ഒന്നും നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ലായിരിക്കാം. പക്ഷേ എങ്കിലും ഇവരുടെ ട്രഷറി വന്നിട്ടുണ്ടെന്ന് പറയുന്ന പൈസ ഇവരുടെ കയ്യിലെത്തിയാലല്ലേ ഇവർക്ക് നാളെ ആഹാരം കഴിക്കാനോ ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഡ്രസ്സ് എടുക്കാനോ ഒക്കെ കഴിയുള്ളൂ. അപ്പം നമുക്ക് ഈ വാർത്ത ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് വളരെയധികം വേദന വന്നു. കാരണം സുരേഷ് ഗോപി സാർ അവിടെ വന്നിട്ട് അവിടെ കൊടുത്തു, എന്നാൽ ഇവർക്ക് ഇവിടെ കിട്ടാത്തൊരു സാഹചര്യം. കാരണം അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു. പക്ഷേ എന്നാൽ നമ്മുടെ ഈ കേരള ഗവൺമെന്റിൽ പെട്ടുന്ന ആളുകളെ, അത് ഇപ്പോൾ ഏത് രാഷ്ട്രീയക്കാരും ആയിക്കോട്ടെ, കഴിഞ്ഞ സർക്കാർ ഈ സർക്കാർ ഒന്നും നമ്മൾ പറയുന്നില്ല, ഒരു രാഷ്ട്രീയ പ്രവർത്തകരെ നമ്മൾ കുറ്റം പറയുന്നില്ല. ഈ ഗവൺമെന്റ് ജോലിക്കാരായ, ഗവൺമെന്റിന്റെ കീഴിലുള്ള ഈ ജോലിക്കാർക്ക് ശമ്പളം ലഭിക്കണ്ടേ? നിങ്ങൾ പറ. അപ്പം നമ്മളാൽ കഴിയുന്നൊരു സഹായം നമ്മൾ ചെയ്യുകയാണ്. നമ്മളെ കൊണ്ട് പറ്റുന്നത് കുറച്ച് ആളുകൾ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ആ ആളുകളുടെയൊക്കെ കാരണം അവരുടെയൊക്കെ ഒരു ഇതും കൊണ്ടുമാണ് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നത്. നമ്മളെ കഴിയുന്നൊരു സഹായം ചെയ്യണം. ഞങ്ങൾക്ക് ശമ്പളം കൈ വരുമെന്ന് പറഞ്ഞു. പക്ഷേ ഈ നല്ലൊരു ഓണക്കാലമായിട്ട് പിന്നെ ഇന്നലെ സർക്കാർ തലത്തിലെ എല്ലാ ബാങ്കുകൾക്കും എല്ലാം അവധിയാണ്. ട്രഷറി വരെ വന്നെന്ന് പറഞ്ഞു. പക്ഷേ ട്രഷറിയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക്, CDSൻ്റെ അക്കൗണ്ടിലേക്ക് വന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ ദുഃഖമുണ്ട്. കാരണം ഈ ഒരു ഓണക്കാലമായിക്കൊണ്ട് ഞങ്ങൾ വളരെ 5 പേരും വളരെ ബുദ്ധിമുട്ടി ജീവിക്കുന്നവരാണ്. ഞങ്ങൾക്ക് ആരും ഞങ്ങളെ ഒരു സഹായമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള കാര്യങ്ങൾ ചെയ്തു തരാമെന്നൊന്നും ആരും മുന്നോട്ട് വന്ന് പറഞ്ഞുമില്ല. ഞങ്ങളുടെ ഈ ബുദ്ധിമുട്ട് സമയത്ത് അനൂപ് എന്ന് പറയുന്ന സഹോദരനെ ഞങ്ങളുടെ ബുദ്ധിമുട്ട് പറഞ്ഞു. ഞങ്ങൾക്ക് നാളെ ഒരു ഓണം ആയിക്കോട്ടെ, എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചിമാരെ നിങ്ങൾ വിഷമിക്കേണ്ട, ഞങ്ങളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്തു തരാം എന്ന് നോക്കട്ടെന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഞങ്ങൾക്ക് ഓണം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അവർ നമുക്ക് ഓണക്കിറ്റ് ഞങ്ങൾക്ക് തരുന്നത്. ഞങ്ങൾക്ക് വളരെ ഇതിൻ്റെ സംഘാടക സമിതിയോടും ഈ നിങ്ങളുടെ എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കും ഞാൻ നന്ദി രേഖപ്പെടും. ഇന്ന് നബിദിനത്തിൻ്റെ ഈ പുണ്യദിനത്തിൽ ഞാൻ DTPCയിലെ ഈ തൊഴിലാളികളായ ഈ അമ്മമാരെ, ചേച്ചിമാർക്ക് ചെറിയ സഹായം, പല നല്ല മനസ്സുകളുടെയും സഹകരണത്തോടു കൂടിയാണ് ഞാൻ ഈ സഹായം ഇവിടെ എത്തിക്കുന്നത്. നബിദിനം നമ്മളെ പഠിപ്പിക്കുന്നത് സാഹോദര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും കരുണയുടെയും സന്ദേശമാണ്. നാളെ ഓണമാണ് സുഹൃത്തുക്കളെ. എല്ലാവരുടെയും വീടുകളിൽ ആഘോഷം ഉണ്ടാകുമ്പോൾ സഹായം ആവശ്യമുള്ളവരെ നമ്മൾ കാണാൻ മറക്കരുത്. ഈ സർക്കാർ എന്ത് ചെയ്തില്ല എന്നില്ല. ഇവർക്ക് സാലറി ലഭിച്ചിട്ടില്ല. ഇവരിന്നും ഈ ശമ്പളം ലഭിക്കാത്തൊരു സാഹചര്യത്തിൽ അവർ വളരെയധികം ദുഃഖിതരാണ്. പക്ഷേ ഇവരെ സഹായിച്ച ഒരുപാട് നല്ല മനസ്സുകളുണ്ട്. അവരുടെ എല്ലാവരുടെയും വിശദ വിവരങ്ങൾ ഞാൻ ഇതിൻ്റെ അവസാനം നൽകുന്നതാണ്. അവരെല്ലാവരുടെയും ഒരു സഹായം കൊണ്ടാണ് ഇവർക്ക് ഞാൻ ഇതിലൊരു നിമിത്തം മാത്രമാണ്. അവരെയാണ് ഇതിനെ സഹായിച്ചത്. അവരോട് ഞാൻ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ആ സഹായിച്ച ആളുകളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ഞാൻ പറയുന്നു. എല്ലാവർക്കും നബിദിന ഓണ ആശംസകൾ. ഹാപ്പി ഓണം. നമുക്ക് ഇവരിലേക്ക് ഈ സഹായം എത്തിക്കാൻ വേണ്ടി സഹായിച്ചത് CM ചിക്കൻ കാഞ്ഞിരപ്പള്ളി, അതുപോലെ തന്നെ എരുമേലിലൊരു തേങ്ങാ മൊത്ത വിൽപ്പനക്കട, അവർ ചെറിയ രീതിക്ക് ഒരു സഹായം ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് വലിയൊരു സഹായം ചെയ്താണ് അദ്ദേഹം, നമ്മുടെ കൊട്ടാരത്തിലെ ജോസേട്ടൻ, കൊട്ടാരത്തിൻ്റെ ഓണറായ അദ്ദേഹം. അതുപോലെ തന്നെ MMK വെജിറ്റബിൾ കാഞ്ഞിരപ്പള്ളി നമുക്കൊരു ചെറിയ സഹായം ചെയ്തു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചീരാങ്കുഴിയിൽ ഏജൻസീസ് കാഞ്ഞിരപ്പള്ളി, അതുപോലെ തന്നെ അമ്മു ബ്യൂട്ടി ക്ലിനിക്ക്, ഇവരുടെ എല്ലാം പൂർണ്ണ പിന്തുണയോടുകൂടിയാണ് നമുക്കിത് ചെയ്യാൻ സാധിച്ചത്.